അപ്പോൾ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോണ ഫോട്ടോ ഇതാ. സോ നമുക്ക് എങ്ങനെ ഇതുപോലത്തെ ഫോട്ടോ എങ്ങനെ പിക്സാർട്ട് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. അതിനുശേഷം നമ്മളൊരു തീപ്പെട്ടി അല്ലെങ്കിൽ തീക്കൊള്ളി വേണം. അതിങ്ങനെ കയ്യിൽ പിടിച്ച് ഒരു ഫോട്ടോ എടുക്കേണ്ടത് ഒരു ഫോട്ടോ ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫയൽ ലീഡ് തരാം. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഗൂഗിളിൽ പോയിട്ട് ഫയർ സ്പാർക്കിൻ്റെ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ എഡിറ്റിലേക്ക് പോകും. So hey guys, welcome back to my channel Creative Mode. സോ നമുക്ക് ഫസ്റ്റ് പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് എഫക്ട്സ് എടുക്കുക. അതിൽ കളേഴ്സിന് ഇപ്പുറത്തുള്ള ബ്ലർ ഓപ്ഷനിൽ എടുക്കാം. ബ്ലർ നമുക്ക് 52 ആ റേഞ്ചിൽ വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ടിക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ടൂൾസിൽ പോയിട്ട് കേഴ്സ് എടുക്കുക. എന്നിട്ട് നടുവത്ത് കുറച്ചിട്ട് മുകളിലത്തെ കുറയ്ക്കുക. കുറച്ച് ഡാർക്ക് ഇമേജ് ആക്കുന്ന പോലെയാണ്. അതിനുശേഷം നിങ്ങൾ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്ത ശേഷം വീണ്ടും ടൂൾസ് അല്ല വീണ്ടും എഫക്ട്സിൽ പോവുക. കാരണം നമുക്ക് കുറച്ചുകൂടി ബ്ലറാക്കാൻ വിചാരിച്ചു. അപ്പോൾ കുറച്ച് ബ്ലർ എടുക്കുക. അതിൽ എഫക്ട്സിൽ ബ്ലർ എടുത്തിട്ട് ബ്ലർ സ്ട്രെങ്ത് കുറച്ചുകൂടി കൂട്ടുക. അപ്പോൾ കുറച്ചുകൂടി ബ്ലർ കൂടിയ പോലെ തോന്നും. ടിക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും എഫക്ട്സ് എടുക്കുക. അതിൽ സിമ്പിൾ ഓപ്ഷനിൽ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് സ്യൂട്ടബിൾ ആയത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി ടിക്ക് കൊടുത്തു. അതിനുശേഷം നിങ്ങൾ വീണ്ടും എന്താ പറയുക, നമ്മൾ മറ്റേ കൈ വെച്ച് തീക്കൊള്ളി കയ്യിൽ വെച്ച ഫോട്ടോയിൽ അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് പോയിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് വരാം. അത് ആഡ് ചെയ്ത ശേഷം നിങ്ങൾ വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഇറേസ് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ഞാൻ സെലക്ട് കൊടുത്തിട്ട് പേഴ്സണാക്കി. എന്നിട്ട് ഞാൻ നൈസായി മെല്ലല്ലാതെ ഇറേസ് കൊടുത്തു. ഞാൻ അപ്പോൾ 10x ആക്കി. കാരണം ബിക്കോസ് ഇത് കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ പരിപാടി കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും മറ്റേ ഫോട്ടോ ഇല്ലേ, ഫയർ ലേയുടെ ഫോട്ടോ അത് ആഡ് ചെയ്ത് കൊടുത്തു. അത് ആഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കൈ ഇഷ്ടംപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഒന്ന് സൂം ആക്കുകയാണെങ്കിൽ സൂം ആക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഫയർ സ്പാർക്കിൻ്റെ ആ ലേയുടെ ഫോട്ടോ എടുത്തിട്ട് ഇഷ്ടംപോലെ ഞങ്ങളിതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ബേസിക്കായിട്ട് ആ സൈഡിൽ തീർന്ന് ആനിമേറ്റ് ചെയ്ത് തരുന്ന പോലെ നിങ്ങൾക്ക് അതും ചെയ്ത് കൊടുക്കണം. അതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇറേസ് കൊടുക്കുക. അത് ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 75% കഴിഞ്ഞിരിക്കുന്നു. അതായത് ഞങ്ങൾ വീണ്ടും ആഡ് ഫോട്ടോ അതിൽ മറ്റേ ഫയർ സ്പാർക്കിൻ്റെ ഫോട്ടോയിൽ അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരുന്ന പോലെ നമുക്ക് ഫസ്റ്റ് ബ്ലെൻഡ് എടുക്കണം. ബ്ലെൻഡിൽ സ്ക്രീനിൻ്റെ ഓപ്ഷന് അതെടുക്കാം. സ്ക്രീൻ എടുത്ത ശേഷം നിങ്ങൾ സ്ക്രീൻ എടുത്താൽ മതി. ഞാനിപ്പോൾ വേറെ ആഡ് ചെയ്ത് കാരണം നല്ല ഇത് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ കളറില്ലേ അത് പോകുമെന്ന് വിചാരിച്ചെടുത്താണ്. പക്ഷെ ഒന്നും നടന്നില്ല. നിങ്ങൾ സ്ക്രീനോ അല്ലെങ്കിൽ ആഡോ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇറേസ് എടുത്തിട്ട് അതൊന്നായിട്ട് മാറ്റി കൊടുക്കാം.
നിങ്ങളിത് ചെയ്യാനൊരു ബെസ്റ്റ് ഐഡിയ പറഞ്ഞാൽ ഫസ്റ്റ് എല്ലാം മൊത്തം അങ്ങോട്ട് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തിട്ട് നിങ്ങൾ മറ്റേ രജിസ്റ്റർ ബട്ടണില്ലേ അതിന് എടുത്തിട്ട് മെല്ലെ ഒപ്പാസിറ്റി കുറച്ചിട്ട് നിങ്ങളൊന്ന് ചെറുതായിട്ട് ഡോട്ടായിട്ട് പൗഡർ ഇട്ട പോലെ മെല്ലെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആകുമ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ ഫയർ സ്പാർക്ക് വേണോ അവിടെയൊക്കെ നിങ്ങൾക്ക് വരും. പക്ഷേ ഞാൻ ഫസ്റ്റ് മൊത്തം അയച്ചിട്ട് ഒപ്പാസിറ്റി ഒക്കെ കുറച്ച് ചെയ്യാൻ ഫ്ലാറ്റാണ്. പക്ഷേ പെട്ടെന്ന് ഒരു ഐഡിയ തന്നപ്പോൾ അത് പറ്റില്ല. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞ മെത്തേഡ് ചെയ്ത് നോക്കിയപ്പോൾ സക്സസ് ആയി. അത് കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ സ്പൈ പാക്ക് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ തീക്കൊള്ളിയിൽ നിന്ന് പോണ പോലെ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ ഒന്നൊന്നായിട്ട് ഇന്ന് ചെയ്ത് കൊടുക്കുക. ആ പരിപാടി കഴിഞ്ഞ ശേഷം നിങ്ങൾ എവിടേക്ക് ജസ്റ്റ് വേണ്ടത് അവിടേക്ക് ഇങ്ങനെ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു അടിപൊളി ഇമേജ് കിട്ടും. ഫയർ സ്പാർക്ക് ആഡ് ചെയ്ത ശേഷം നിങ്ങൾ ടീക്ക് എടുത്തിട്ട് നമ്മളിപ്പോൾ ബ്രൈറ്റ്നെസ് കുറയ്ക്കാൻ കൂട്ടുക ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അഡ്ജസ്റ്റിൽ പോയിട്ട് നമ്മുടെ എമൗണ്ട് മറ്റേ ബ്രൈറ്റ്നെസ്സിൻ്റെ എമൗണ്ട് കുറയ്ക്കുക, കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടുക, അതിനുശേഷം ക്ലാരിറ്റി ഇച്ചിരി ഒന്ന് കൂട്ടുക, അത് ആവശ്യമാണ്. പിന്നെ കുറച്ച് സാച്ചുറേഷൻ കുറച്ച് കൂട്ടുക. എന്നിട്ട് ഹൈലൈറ്റ് ഏറ്റവും മാക്സിമമൊക്കെ മാക്സിമമൊക്കെ വെക്കണം. അതിനുശേഷം നിങ്ങൾ പിന്നെ ടിക്ക് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്തോ ഡാർക്ക്നെസ് ചെറുതായിട്ട് കൂടിയ പോലെ തോന്നി. അപ്പോൾ നിങ്ങളത് എഫക്ട്സിൽ പോയിട്ട് സോൾവ് ചെയ്യാനെന്ന് വിചാരിച്ചു. ഒരു സിമ്പിളിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് ഇല്ലേ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ടിക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, അത് കുറച്ചുകൂടി ഒരു ഗുമ്മ് തരുന്നുണ്ട് ഫ്ലോട്ടേക്ക്. അപ്പോൾ ആ ഒരു എഫക്ട്സ് ഇപ്പോൾ പിക്സാർട്ടിൽ പുതിയ എഫക്ട്സ് വരുന്നുണ്ട്. ഇപ്പോൾ പ്രോയുടെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാപ് കട്ട് പിന്നെ പിക്സാർട്ട് ഒക്കെ അതിൻ്റെ പ്രോ APK വേണമെങ്കിൽ ഫ്രീ ആയിട്ട് എല്ലാ ഇതുണ്ടെങ്കിൽ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫോട്ടോ സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ഫോട്ടോ ഇതാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ അടിപൊളിയായിട്ട് അപ്പോൾ ലൈറ്റ് റൂമിൽ കുറച്ച് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് വീഡിയോ ഇട്ടിട്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും. ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് കുറേ പുതിയ ഫോട്ടോസ് നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ മറക്കരുത് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇതുപോലത്തെ കുറേ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതുപോലത്തെ എങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ അപ്ലോഡ് നമുക്ക് എങ്ങനെ ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചിലപ്പോൾ കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് അടുത്ത് കാണാം. അതായത് ബൈ. കഥയൊന്നും അറിയാത്ത കൂട്ടം കുരങ്ങ് കരങ്ങളിലോ